പിന്നെ ഇതിൽ മറ്റൊരു രസകരമായ കാര്യം, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറായുള്ള മുജീബ് റഹ്മാൻ അദ്ദേഹമൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായി വന്ദേമാതരം ആലപിച്ചപ്പോൾ. സദസ്സിൽ 2 തവണയാണ് വന്ദേമാതരം ആലപിച്ചത്. അപ്പോൾ ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. കാരണം ഇത്തരം മാറ്റങ്ങളാണ് കേരളത്തിലും വേണ്ടത്. കാരണം ദേശീയതയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ പാടില്ല. ഒരു ദേശീയ ഗീതം പാടുമ്പോൾ എന്താണ് സംഭവിക്കുക, മതപരമായ താല്പര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ഇല്ലാതായി മാറുക ഈ ഒരു ദേശീയ ഗീതം പാടുമ്പോൾ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും അത് ദേശീയവാദികളെ സംബന്ധിച്ച് ഏറെ അഭിമാനം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസ് സർക്കാർ, UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തുടക്കത്തിലും അവസാനവും വന്ദേമാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചിരിക്കുന്നു. ഇതിലും വലിയൊരു സന്തോഷം വേറെ ഉണ്ടോ? दश प्रहरणधारिणी कमला कमलदल विहारिणी वाणी विद्यादायिनी नमामि त्वां नमामि कमला ममला अतुला सुजला सुफला मातरं वन्दे मातरं श्यामला सरला सुस्मिता भूषिता धरणी धरणी मातरं वन्दे